അത് പറയാം, ആരും ഞെട്ടരുത്. എന്താന്ന് വെച്ചാ പറയടാ. അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവര് അത് സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഇപ്പം എല്ലാരെയും മുന്നിലെത്തുന്നത്. ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓൺ ആയതെന്നുള്ളത്. അപ്പൊ ഞാനത് നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. ആൾ എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെയും ആള് വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്തതാണ്. നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടുമില്ല. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം പറയും. ഈ ഒരു ഇഷ്യൂവിന്റെ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പെൺകുട്ടി ആളുകളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആള് ഏത് ടോണിലാണോ സംസാരിക്കുന്നത് അതേ ടോണിൽ തന്നെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും പറയുന്നുണ്ട്. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ. ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറച്ച് ചാറ്റ് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. രണ്ട് ആൾക്കാരും ഇവിടെ തെറ്റുകാരാണ്. ഒരാളെ മാത്രം തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. പെൺകുട്ടികൾ എന്നെ കണ്ട് ആകർഷകരായാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.